മാത്യു കുഴൽനാടൻ എം.എൽ.എ ചോദ്യം ചെയ്യലിനായി വിജിലൻസിന് മുന്നിൽ ഹാജരായി. ചിന്നക്കനാൽ ഷൺമുഖ വിലാസത്തെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ സംബന്ധിച്ച കേസിലാണ് ചോദ്യം ചെയ്യൽ. ജോസൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസൽ, ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? മാത്യു കുഴൽനാടൻ തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ വിജിലൻസ് ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. തൊടുപുഴ വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ വിജിലൻസിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, നികുതി വെട്ടിപ്പ്, മറ്റ് ഗുരുതര ക്രമക്കേടുകൾ എന്നിവ സംബന്ധിച്ച് വിജിലൻസ് ആരോപണങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ആരായും. ചിന്നക്കനാലിൽ കുഴൽനാടന്റെയും ബിനാമികളുടെയും പേരിലെ സ്ഥലവും റിസോർട്ടും ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും നിയമവിരുദ്ധമായിട്ടുള്ളതാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. അനധികൃത റിസോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ഗസ്റ്റ് ഹൌസായാണ് വിവാദ ഭൂമിയിലെ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു കുഴൽനാടന്റെ ആദ്യവാദം. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ചിന്നക്കനാൽ പഞ്ചായത്ത് റിസോർട്ട് നടത്തുന്നതിനു നൽകിയ ലൈസൻസ് പുറത്തു വന്നതോടെ ആ വാദം പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എം.എൽ.എ പദവി ദുരുപയോഗം ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ചാണ് ലൈസൻസ് വാങ്ങിയത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിരവധി പത്രസമ്മേളനങ്ങൾ കുഴൽനാടൻ നടത്തി. എല്ലാ അനുമതിയോടും കൂടിയാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് കുഴൽനാടൻ പിന്നീട് വാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാർച്ച് 31 തന്നെ ആ ലൈസൻസിന്റെ കാലാവധി അവസാനിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ കുഴൽനാടന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് മാത്യു കുഴൽനാടൻ തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ വിജിലൻസ് ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ശരി, ജോസൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചിന്നക്കനാലിലെ അനധികൃത ഭൂമി ഇടപാടിൽ ചോദ്യം ചെയ്യലിനായി വിജിലൻസിന് മുന്നിൽ ഇപ്പോൾ മാത്യു കുഴൽനാടൻ എം.എൽ.എ ഹാജരായിരിക്കുന്നു.